ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു 3 ആഴ്ചകളായിട്ടുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ എങ്കിലും ഇട്ടിട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നും എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും ഇരുന്നിട്ടില്ലെന്ന് വേണേൽ സത്യം പറഞ്ഞാൽ പറയാം. മനഃപൂർവ്വമല്ല ഒന്നും ഇടാതിരുന്നത്. പിന്നെ നമ്മുടെ അപ്പുക്കുട്ടനാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അപ്പുക്കുട്ടൻ ലഞ്ച് ബോക്സ് എങ്കിലും വീഡിയോ ഒക്കെ ഇടുന്നതാണ്. നമ്മുടെ അപ്പുക്കുട്ടൻ 3 ആഴ്ചയ്ക്ക് മേളിലായി സ്കൂളിൽ പോയിട്ട് കുറേ ദിവസങ്ങൾ കൂടിയിട്ട് ഇന്നാണ് നമ്മുടെ അപ്പുക്കുട്ടനൊന്ന് സ്കൂളിൽ പോയി തുടങ്ങുന്നത്. ആദ്യമേ നമ്മുടെ അപ്പുക്കുട്ടന് പനിയായിരുന്നു. ഒരാഴ്ചയോളം അപ്പുക്കുട്ടൻ പനിച്ചിരുന്നു. അതിന് ശേഷം പിന്നെ എനിക്ക് വന്ന ഈ തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് അവനെ സ്കൂളിലും വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഓടി 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 ടയേർഡായെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 2 ദിവസം ആയുള്ളൂ ഞാൻ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്തൊക്കെ ഉള്ളിടത്ത് പോയിട്ട് വരുന്നുണ്ട്. അല്ലാതെ അങ്ങനെ ദൂരയാത്രയൊന്നും വേണ്ടി വരുന്നില്ല. നമുക്ക് വീട്ടിലിരിക്കുന്നത് കൊണ്ട് നാളെ മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ. എനിക്ക് ഇത്തിരിയെങ്കിലും ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടാൻ നോക്കും. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി വരുന്നതേ ഉള്ളൂ. വളരെ ചെറിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് ഉള്ളത്. ഞാൻ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാം അത് പോകും, അല്ലെങ്കിൽ കയറി വരില്ല എന്നുള്ളത് അറിയാം. അപ്പോൾ മനസ്സായിട്ടൊന്നും അല്ലായിരുന്നു വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാതിരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ തുടങ്ങേണ്ടത് എവിടെയെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്രാവശ്യം ഞാൻ ഖത്തറിൽ നിന്ന് വെക്കേഷൻ നാട്ടിൽ വന്ന ടൈം മുതൽ തുടങ്ങിയതാണ് ഈ ഓട്ടവും പായ്ച്ചിലും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വന്നത്. ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും റെഡി ആക്കണമായിരുന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങളിൽ പോകണം, കുറേ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷെ നമ്മൾ നാട്ടിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസം കഷ്ടി കേട്ടോ. ആ ഒരു മാസത്തിൽ നമ്മൾ അങ്ങോട്ട് വിനീഷൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് നമുക്ക് ഈസ്റ്റർ, പെസഹായ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു തിരക്കായിപ്പോയി. നമുക്ക് വേറൊന്നിനും ടൈം കിട്ടണം. പിന്നെ വിനീഷേട്ടൻ ഓൾറെഡി വെയിറ്റിങ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ പഠിത്തം, അതിനെ ബേസ് അങ്ങനെയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വന്ന ആ ഒരു മാസത്തോളം നമ്മൾ നല്ല തിരക്കായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ തിരക്കൊന്ന് ഒരുവിധം ഒന്ന് ഒതുങ്ങി തുടങ്ങിയപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഇതുപോലെ എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മച്ചി ഇങ്ങനെ പെട്ടെന്ന് ഒരു പനി വന്നു. അമ്മച്ചിക്ക് സോഡിയം താന്നുപോയി. പടയുന്നതായിരുന്നു. എല്ലാം കൂടി അമ്മച്ചി സത്യം പറഞ്ഞാൽ ഒരു 1-2 ആഴ്ച, ആ 1-2 ആഴ്ചയോളം നമ്മൾ അമ്മച്ചിക്ക് കിടപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമുക്ക് അമ്മച്ചിക്ക് പനിയും കാര്യങ്ങളും പിന്നെ ഈ സോഡിയൊക്കെ താന്നു പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും വരും. പിന്നെ വീട്ടിൽ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അമ്മച്ചിക്ക് വയ്യാതെ വന്നതോടെ ആകെപ്പാടെ ഒരു ടെൻഷനും വിഷമവും ഒക്കെ ആയി. പിന്നെ അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വേറൊന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങ് പോയി. പിന്നെയാണ് ആ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അമ്മച്ചി അങ്ങ് മരിച്ചുപോയി. അമ്മച്ചി മരിച്ചുപോയെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നുള്ളൊരു മരണവും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ആകെ വിഷമത്തിലായി കേട്ടോ. വിഷമിക്കുന്ന പറഞ്ഞാൽ ശരിക്കും അങ്ങനെ ഡൗൺ ആയിപ്പോയി. പിന്നെ അതിൽ നിന്നും ഒന്ന് കരകയറി വരാനായിട്ട് നമുക്ക് എത്രയായാലും ഇപ്പം ഇങ്ങനെ ഒരു അസുഖമായിട്ട് കിടന്നത് പോലും അല്ല. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന ശേഷം ഞാൻ അമ്മച്ചിനെയും കൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അമ്മച്ചി എന്ന് പറയുമ്പോൾ ഈ പഴയ ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ ഈ പഴയ കാലത്തെ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ അമ്മച്ചി അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ചെറുപ്പം മുതലേ ഈ പഴയ അമ്മച്ചിയുടെയൊക്കെ ആ ഒരു ജീവിത രീതികളും പഴയ ആൾക്കാരുടെ കുറേ കഥകളും എല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. എനിക്കത് കേട്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മച്ചിക്ക് പെട്ടെന്ന് അമ്മച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് ആകെപ്പാടെ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതിൽ നിന്നൊന്ന് ഞാനൊന്ന് റിക്കവറായിട്ടൊന്ന് വന്നു. ഒരു മാസത്തോളം, ഒരു മാസമൊന്നും ആയില്ലായിരുന്നു. അമ്മച്ചി മരിച്ചൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ 7ൻ്റെ അന്ന് നമ്മൾ വിലവേടി. അപ്പോൾ 7ൻ്റെ അന്ന് കഴിഞ്ഞു 9ാമത്തെ ദിവസം പപ്പാച്ചിക്ക് അതിന് മുമ്പേ ചെറിയ ബിപിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യും. അപ്പാച്ചി ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളങ്ങ് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കും. എത്രയ്ക്ക് സീരിയസ് ആണെങ്കിൽ മാത്രമേ നമ്മളോട് പറയത്തുള്ളൂ, ഹോസ്പിറ്റലിലും പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ BP ഒക്കെ ഹൈ ആയി. പെടേന്നാണ് ഈ 8-9 ദിവസമായപ്പോഴത്തേക്കുമാണ് പപ്പാച്ചിക്ക് പെട്ടെന്നൊരു ദിവസം BP ഹൈ ആയി. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ECG എടുക്കുന്നു, വേരിയേഷൻ ഉണ്ടായി. പിന്നെ പെടേന്ന് നമ്മുടെ നേരെ കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് അവർ റെഫർ ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും
ആണ് അറിയുന്നത്. ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ആൻജിയോഗ്രാം ചെയ്തു. അങ്ങനെ പപ്പാച്ചിനെയും കൊണ്ട് ഒരു 2-3 മാസത്തോളമായിട്ട് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു വരുന്നു, ഡോക്ടറെ കാണുന്നു. പിന്നെ പപ്പാച്ചിക്ക് അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ വന്നപ്പം മൊത്തത്തിൽ എനിക്കൊരു ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം മമ്മിയെ സംബന്ധിച്ചാണ് മമ്മി പുറത്തിറങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയല്ല. മമ്മി അങ്ങനെ പുറത്ത് പോയിട്ട് മമ്മിക്കൊരു കാര്യം ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ഞാനും കൂടി ഇല്ലായിരുന്നെങ്കിൽ മമ്മി എന്ത് ചെയ്തേനേന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ് ഞാനും ഓർക്കാറുണ്ട്. പക്ഷെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ ദൈവം എന്നെ ഇവിടെ നാട്ടിൽ ഇറക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടി തന്നെ ആയിരിക്കും ദൈവം എന്നെ ഇവിടെ ഇത്രയും ദിവസം നിർത്തിയത്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് പപ്പാച്ചിയുടെ കാര്യങ്ങളിൽ ആകെ ബിസിയായി. പിന്നെ ഒന്നാമത്തെ കാര്യം അതൊരു റിസ്ക് ആയിരുന്നു. ബൈപ്പാസ് പോലും പപ്പാച്ചിക്ക് റിസ്ക് ആയിരുന്നു. പപ്പാച്ചിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പപ്പാച്ചിയുടെ മെയിൻ സ്ഥലത്തായിരുന്നു ബ്ലോക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് നമ്മൾ കണ്ടത് തന്നെ ഒരു ഇൻ്റർനാഷണൽ കാർഡിയോളജിനെയാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ നമ്മൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രൊഫസറിൻ്റെ നമ്മുടെ ജയകുമാർ സാറിൻ്റെ ഒപ്പീനിയൻ എടുത്തിരുന്നു. പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് 2-3 പേരെ നമ്മൾ വേറെ 2-3 ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് ഒരേ രീതിയിൽ, കാരണം ആൻജിയോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായല്ലോ ബ്ലോക്ക് എത്രയുണ്ടെന്നും അപ്പാച്ചിക്ക് ബൈപ്പാസ് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതും അമ്മച്ചിയുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് പപ്പാച്ചിക്ക് വന്നു. പപ്പാച്ചിയുടെ കാര്യത്തിൽ ശരിക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷനായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് തന്നെയല്ല, ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ കെയർ ചെയ്യണം. എനിക്ക് എത്രയും ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. പിന്നെ വേറെ ആരും ഇല്ലല്ലോ, ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ആരുമില്ല, മമ്മിക്കൊന്നും ചെയ്യാൻ അറിയില്ല. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു പോയ കുറേ ദിവസങ്ങളായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇവിടെ ധ്യാനത്തിന് പോകും. നമ്മുടെ ചിറ്റിടിപ്പള്ളിയിൽ, ഞങ്ങളിവിടെ ചോറ്റിൽ താമസിക്കുന്നത്. അപ്പോൾ ചിറ്റിടിപ്പള്ളിയിൽ നമ്മുടെ സാവു ബ്രദറിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അപ്പോൾ ധ്യാനത്തിനൊക്കെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ സാവു ബ്രദർ ഇങ്ങനെ പപ്പാച്ചിയോട് വിളിച്ചിങ്ങനെ പറഞ്ഞു, വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് സാവു ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതൊന്നും സർജറി ഒന്നും വേണ്ടി വരത്തില്ല, അല്ലാതെ തന്നെ എല്ലാം ദൈവം മാറ്റി തന്നോളും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളെക്കാളും കൂടുതൽ വിശ്വാസമായിരുന്നു പപ്പാച്ചിക്ക്. എനിക്കിത് സൗഖ്യമാക്കി കിട്ടും, അല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ടി വരില്ല എന്നൊക്കെ ഞങ്ങളോട് എപ്പോഴും പറയുമെങ്കിലും ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ ദൈവത്തെ വിളിച്ച്, ശരിക്കും ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ അതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് പപ്പാച്ചിയുടെ അത്രയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടുമല്ല, ഞാൻ ഓർത്ത് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല, അത് നമുക്കറിയാം. ദൈവം ചെയ്യുമെന്നും അറിയാം. പക്ഷെ നമുക്ക് വേണ്ടി ദൈവം ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടിയും ഒരു ഉത്കണ്ഠയൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവസാനം ഫൈനലി ഞങ്ങൾ മെഡിസിറ്റിയിൽ പോയി ഡോക്ടറെ കണ്ടു. അവിടെ ചെന്നപ്പം ഓൾറെഡി 4 മാസം കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതിങ്ങനെ നീക്കി നമ്മളിങ്ങനെ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്. അപ്പോൾ സർജറി ഇങ്ങനെ ഏത് ദിവസം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പപ്പാച്ചിക്ക് ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. ഓരോ ദിവസം മുന്നോട്ട് നീട്ടി അവസാനം നമ്മൾ ആദ്യത്തെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് 4 മാസമായി. അപ്പം നമ്മൾ മെഡിസിറ്റി ചെന്നപ്പോൾ അവരുടെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ആ കണ്ടീഷൻ, ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഓൾറെഡി മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം, ഒരു ചെറിയ വ്യത്യാസം അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഈ ബൈപ്പാസ് എന്നുള്ളത് മാറി ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണല്ലോ കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് കീറി മുറിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ എന്ന് ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കെന്നാൽ ഒന്നും കൂടി ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അപ്പം ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അപ്പം തന്നെ അത് ചെയ്യുമല്ലോ. ഇതൊക്കെ കണക്കൂട്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഈ പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ പപ്പാച്ചി അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ മമ്മിക്കാണെങ്കിൽ മമ്മിയുടെ വയറിൻ്റെ സൈഡിലൊരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ളതാണ്. അന്നേരത്തേക്ക് അത് പല ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പോൾ അത് കൊഴുപ്പടിയെന്നാണ്, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ മമ്മിക്കും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് ഇച്ചിരി വലുതായിട്ട് വരുന്ന പോലെ തോന്നുന്നു, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ പെയിനൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ഏതായാലും വേണ്ട, നമുക്ക് കീറി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് പപ്പാച്ചിയുടെ അഡ്മിറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മമ്മീനെ അവിടെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മിയെ കാണിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ മമ്മിയുടെ ഇങ്ങനെ നോക്കാം, നമുക്ക് കൊഴുപ്പടിയുന്നൊക്കെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെയാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കീറി കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ കണ്ട ഡോക്ടർ
പിറ്റേ ആഴ്ച തൊട്ട് ലോങ് ലീവ് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യും, അപ്പോൾ പപ്പാച്ചിനെ മമ്മീനെ കാണിക്കാൻ സ്കാൻ ചെയ്ത അന്ന് പപ്പാച്ചിനെ ഓൾറെഡി ഇവിടെ അഡ്മിറ്റാക്കി. ഇതിനെല്ലാം ഓടാൻ ഞാൻ ഒരാളെ ഉള്ളെന്ന് ഓർത്തോണേ. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുണ്ട്, എനിക്ക് ഹെൽപ്പിന് മറ്റൊരാളില്ല. അപ്പോൾ ഞാൻ പപ്പാച്ചിയുടെ അടുത്തേക്ക് പോവും, മമ്മിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ ഓടുമായിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചിന്തിച്ചാൽ എനിക്ക് പോലും അറിയില്ല ഇതൊക്കെ എനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ജീവിതത്തിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പം എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, പപ്പാച്ചിയുടെ നമുക്ക് എന്താണെന്നുള്ള അറിയാം. കാരണം രണ്ടുപേരും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുമല്ലോ. കാരണം പപ്പാച്ചിയുടെ അടുത്തൊരാൾ വേണം, മമ്മിയുടെ അടുത്തൊരാൾ വേണം, കുഞ്ഞുണ്ട്, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഓക്കെ ഒരു കാര്യം ചെയ്യും ഡോക്ടർ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പപ്പാച്ചിയുടെ ഇതൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ള കണക്കൂട്ടലാണ് ഇന്ന്. അപ്പം പപ്പാച്ചീനെ 5 ഗ്രാമിന് കയറ്റി. 5 ഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറൊന്നും പറയുന്നില്ല. ഞാനോർത്തത് എന്തായിരിക്കും ഡോക്ടർ പറയാത്തത്, ഇനി ബൈപ്പാസ് തന്നെ വേണ്ടി വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ ഇപ്പം ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്നും വേറെ പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പപ്പാച്ചിനെ ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ എന്ത് പറ്റി, പപ്പാച്ചി എന്തായി? അന്നേരം പപ്പാച്ചി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു എന്നോട്, അതായത് പഴയ 5 ഗ്രാമിൻ്റെ CD ഉണ്ട് നമ്മുടെ കയ്യിൽ, അപ്പോൾ ഇത് വിട്ടിട്ടാണ് ഇവർ പുതിയതായിട്ട് 5 ഗ്രാം ചെയ്യുന്നതും. ഡോക്ടറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സർജറിയുടെ ആവശ്യമില്ല, നിങ്ങളുടെ അപ്പോൾ ആ മെയിൻ സ്ഥലത്തുണ്ടാകുന്ന ഒരു ബ്ലോക്ക് പോലും കാണാനില്ല, അപ്പോൾ ചെറിയ ശാഖകളിൽ മാത്രമേ ബ്ലോക്കുള്ളൂ, അത് മരുന്ന് കൊണ്ട് മാറാനുള്ളതേ ഉള്ളൂ, ഒരു സർജറിയുടെ ആവശ്യം എന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം കണ്ട ഒരു ദിവസമായിരുന്നു അന്ന് ഞങ്ങൾക്ക്. എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ടും ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല, പപ്പാച്ചിയാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ വീണ്ടും ഒന്ന് ഡൗട്ട് അടിച്ചു, ഇനി പപ്പാച്ചിക്ക് സർജറി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഡോക്ടറെ എങ്ങാനും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇനി ഡോക്ടറെ കൊണ്ട് പപ്പാച്ചിനോട് പറഞ്ഞാണോ? എനിക്ക് ആകെപ്പാടെ ഒരു ഡൗട്ട്. ഇങ്ങനെ എന്തായാലും സംഭവിച്ചു, തമ്പുരാനിപ്പോൾ ഇത്രയും വലിയൊരു വേറൊന്നുമല്ല, ദൈവം ചെയ്യും നമുക്കറിയാം, പക്ഷെ നമ്മൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ തമ്പുരാൻ നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉത്കണ്ഠ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പാച്ചി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, എനിക്കിത് മനസ്സിലാവുന്നില്ല. ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഡോക്ടറിനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 3-4 ഡോക്ടർമാരുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. പിന്നെ പപ്പാച്ചിക്ക് 5 ഗ്രാം ചെയ്തപ്പോൾ ഇൻ്റർനാഷണൽ കാർഡിയോളജിസ്റ്റാണ്. അപ്പം ആ ഡോക്ടറെ പഠിപ്പിച്ച ഡോക്ടർ നമുക്കവിടെ ഉണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ മെഡിക്കനായിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നവർ പറയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ എന്നെ 5 ഗ്രാമിൻ്റെ രണ്ടാമത്തെ 5 ഗ്രാമിൻ്റെ CD കാണിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ആ മെയിൻ ഏരിയകളിലൊന്നും ഒരു ബ്ലോക്ക് പോലും പപ്പാച്ചി കാണും. ശരി, ഞാനും കണ്ടു കേട്ടോ. കാരണം ആദ്യത്തെ 5 ഗ്രാമിൻ്റെ CD ഞാൻ കണ്ടതാണ്, രണ്ടാമത്തെ ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, അന്നുണ്ടായിരുന്ന സ്ഥലത്തുള്ള ബ്ലോക്ക് ഇന്നൊന്നും കാണാനില്ല, അവിടെ ഒരു ചുരുക്കം പോലും ഇല്ല. അപ്പോൾ അത് തമ്പുരാൻ്റെ അനുഗ്രഹമല്ല, ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്നല്ലാതെ നമുക്കതിന് പറയാൻ മറ്റൊരു വാചകമില്ല കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കേട്ടു. അപ്പോൾ നമുക്ക് ആ വലിയൊരു ടെൻഷൻ അങ്ങ് ഒഴിഞ്ഞു പോയി കേട്ടോ. അത് കേട്ടപ്പോഴത്തേന് എനിക്ക് സമാധാനമായി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, പപ്പാച്ചീനെ എന്തായാലും അന്ന് തന്നെ ഡിസ്ചാർജ് ആക്കുമെന്നവർ പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, മമ്മിയുടേതും കൂടെ അങ്ങ് ചെയ്തിട്ടൊന്നിച്ചങ്ങ് പോരാ. മമ്മിയുടേത് നമ്മൾ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, മമ്മിയുടേത് ഒരു റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു പ്രൊസീജിയറാണ്, അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഡോക്ടറും പറഞ്ഞു, അങ്ങനെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് നമുക്ക് അഡ്മിറ്റ് ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറോട് ഞാൻ ഇന്ന് അടുത്ത ആഴ്ച എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്ന് ഡോക്ടറോട് പറയാൻ തുടങ്ങിയപ്പോൾ ഡോക്ടറിന് പറഞ്ഞു, ഇല്ല മോളെ, എനിക്ക് ഒട്ടും ടൈമില്ല, നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് അഡ്മിഷൻ എടുക്കുക, നാളെ നമുക്ക് അമ്മയുടെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാനെന്ത് ചെയ്തു, പപ്പാച്ചിനെ ഓൾറെഡി അന്ന് ഡിസ്ചാർജ് ആക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും നമുക്ക് വേറെ കൂടുതൽ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ, വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, പപ്പാച്ചിനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഞാൻ മമ്മീനെയും കൊണ്ട് വരാം. അങ്ങനെ ഞാൻ അവിടുന്ന് പപ്പാച്ചീനെ ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ ഉച്ചയായി. 3 മണിക്കാണ് മമ്മിക്ക് അഡ്മിഷൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഞാൻ നേരെ പപ്പാച്ചിയെ കൊണ്ട് വീട്ടിൽ വിട്ടു, നേരെ മമ്മീനെ എടുത്ത് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ മമ്മീനെ അഡ്മിറ്റ് ആക്കിയില്ല. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ നാളെ ചെയ്യാമെന്നാണ് നമ്മളോട് പറഞ്ഞു, ഇന്ന് അഡ്മിറ്റ് ആകും, നാളെ ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഇതിലാണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, മൈനോറിറ്റിയിലാണ് പുള്ളിക്കാരിയുള്ളത്, ഇതിവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, നാളെ പുള്ളിക്കാരി കുറേ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്കെന്നാൽ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അപ്പുക്കുട്ടൻ എൻ്റെ കയ്യിലുണ്ട്. സമയം ഒരു 4 മണിയായിട്ടുണ്ട്. നമ്മുടെ ഈ
പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുറേ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളും റൂം ആകാത്തതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുകയാണ്, അത് എടുക്കണം, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വന്നു. അപ്പോൾ സാധാരണ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇൻഷുറൻസ് ഉള്ളതൊക്കെ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടാണല്ലോ നമുക്ക് റൂമും കാര്യങ്ങളും അഡ്മിഷൻ ആക്കുന്നതും ഒക്കെ. അപ്പം ഞാനെന്ത് വിചാരിച്ചു, ഓക്കെ ഡോക്ടർ നോക്കി ചെക്ക് ചെയ്തിട്ട് ഇറക്കുമായിരിക്കും, നാളെയിലെ സർജറി ഉള്ളൂ, ഈ ഒരു കണക്കൂട്ടിൽ അവരെന്നോട് പറയും താഴെ പോയിട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചോളാം പറഞ്ഞു. ഞാൻ താഴെ പോയി അഡ്മിഷൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവരെന്നോട് ഓൾറെഡി ആ ഇൻഷുറൻസിൽ ഇരുന്നൊരു പറഞ്ഞു, ഇത് ഈ കൊഴുപ്പടിയുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ എന്നുള്ളത് കാര്യം അറിയത്തില്ല കേട്ടോ, വിട്ടു നോക്കാം, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും കൂടി ഞാൻ ഡോക്ടറോട് പറയാൻ വേണ്ടിയിട്ട് കയറി വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഡോക്ടർ മമ്മിയുടെ സർജറിയും ചെയ്തു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതങ്ങ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമുക്ക് റൂമും കാര്യങ്ങളും റെഡി ആവുന്നതും ഒക്കെ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മയ്ക്ക് ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം മമ്മയ്ക്ക് ഈ സൈറ്റിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഇവർ ഈ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് മമ്മിക്ക് കൗണ്ട് കുറവാണ്, അതായത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആകെ മമ്മിക്ക് 60,000 ഉള്ളൂ. അതുകൊണ്ടാണ് സൈറ്റിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ആകെ എനിക്കും ടെൻഷനായി, കാരണം ഈ കൗണ്ട് നമ്മൾ ആദ്യമേ തന്നെ നോക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഓൾറെഡി സർജറിയും കഴിഞ്ഞു, ഇനി ബ്ലീഡിങ് ഉണ്ടാവും, അങ്ങനെ ആകെ ടെൻഷനായി. പിറ്റേ ദിവസം അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം ഡിസ്ചാർജ് മേടിച്ച് പോരായിരുന്നതാണ്. പപ്പാച്ചിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു, അവിടെ നാത്തൂനെ ഏൽപ്പിച്ചു, എന്നിട്ട് ഞാൻ പോവുക, നാത്തൂന് ഒരു ദിവസമേ ലീവുള്ളൂ, അപ്പോൾ അവൾക്ക് പിറ്റേ ദിവസം പോകണം. മമ്മിയുടെ പിറ്റേ ദിവസം ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, വീണ്ടും കൗണ്ട് വിട്ടു, കൗണ്ട് നോക്കുമ്പോൾ വീണ്ടും 60,000 എന്നുള്ളത് 50,000 ആയി. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഈ 50,000 എന്നുള്ളത് നേരെ 29,000 ആയി. എൻ്റെ പൊന്നോ, ശരിക്കും ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ചെയ്യേണ്ടതില്ല. കാരണം പപ്പാച്ചിക്ക് ആൻജിയോഗ്രാം ചെയ്തിട്ട് പപ്പാച്ചിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയതുള്ളൂ, പപ്പാച്ചിക്ക് നമുക്ക് ടെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല, എനിക്ക് മറ്റൊരാളില്ല. എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ടെന്നല്ലാതെ എല്ലാവർക്കും തിരക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് നിന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ അടിച്ചു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ മമ്മിയുടെ കൗണ്ട് ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞു 29,000 ആയപ്പോൾ അവർ പറഞ്ഞു ഇനി നാളെ നോക്കുമ്പോൾ 20,000 ആയെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റണം. അപ്പോൾ അതിനോടിടയ്ക്ക് തന്നെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു. മമ്മിക്ക് ഡെങ്കു അടക്കം എല്ലാം ചെയ്തു, പക്ഷെ മമ്മിക്ക് വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ വന്ന് അപ്പോൾ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് അലാറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർബന്ധിച്ച് കഴിപ്പിച്ച് എങ്ങനെയാണോ എന്തായാലും 29 എന്നുള്ളത് കുറയാതെ 30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്ന സംഭവം, ഈ ഡോക്ടർ ഫസ്റ്റിലെ അഡ്മിഷൻ എടുക്കാതെ തന്നെ സർജറിയും ചെയ്തു. ഈ ചെയ്ത് കൊഴുപ്പെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇൻഷുറൻസ് ഓൾറെഡി റിജക്റ്റായി. പിന്നെ നമുക്ക് ഇവരെല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവസാനം വന്ന് നിൽക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോൺ മാരോയാണ്. അപ്പോൾ ഇതുകൂടെ കേട്ടപ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കാകെ അങ്ങ്, കാരണം ഓടി നടന്ന മമ്മീനെ ഞാനും കൂടെ നിർബന്ധിച്ചിട്ടാണ് അത് അങ്ങ് കീറിക്കളഞ്ഞേക്കാന്ന് പറഞ്ഞ് നമ്മളവിടെ കൊണ്ടുവന്ന് കിടത്തുന്നത്. അന്നേരത്തേക്കും മമ്മിക്ക് പിന്നെ എനിക്കാകെ എൻ്റെ മനസ്സിലുള്ളതായിരുന്നു, ദൈവമേ പഴയതുപോലെ മമ്മീനെ എനിക്ക് ഞാൻ കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ചെനിക്ക് വീട്ടിൽ മമ്മീനെ കൊണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ വീട്ടിൽ മമ്മി ഓടി നടന്ന ആളാണ്, അപ്പോൾ വീണ്ടും മമ്മിക്ക് ഇനി അങ്ങനെ നടക്കാൻ പറ്റും? ഇങ്ങനെ പല പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് ആ ഒരു കുറച്ച് ദിവസങ്ങൾ ഞാൻ കടന്നുപോയ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വിചാരിച്ചു എൻ്റെ മനസ്സ് എൻ്റെ കൈ വിട്ടു പോവുകയാണെന്നുള്ളൊരു ഇതെനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുപോലത്തെ കുറച്ച് ദിവസമായിരുന്നു. ഓൾറെഡി നമുക്ക് ഈ എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, ഡിസീസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതിൻ്റെ കൂടെ മമ്മി ടയേർഡ് ആവുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി റിജക്റ്റ് ആയി, അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് അത് വേറെ, അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ ഒന്നും പറയണ്ട, ഞാൻ ആകെപ്പാടെ പിടിവിട്ട പോലെ ആയിപ്പോയി. പിന്നെ ഇതിനിടയ്ക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മളിങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ കാണാൻ പോകും, അഡ്മിഷൻ്റെ അവിടെ പോകും, ഇൻഷുറൻസിൻ്റെ അവിടെ പോകും, പിന്നെ പിന്നെ മമ്മിക്കപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ സർജറി ചെയ്ത ഡോക്ടർ മെഡിസിൻ്റെ ഡോക്ടറിനെ റെഫർ ചെയ്തു. അപ്പോൾ പിന്നെ ആ ഡോക്ടർ വരുന്നത്, അപ്പോൾ നമുക്ക് ഈ 100 കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും നമ്മൾ ഇരിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ ഇരിക്കുന്നേ ഇല്ല, ഓട്ടം. അതിനിടയ്ക്ക് അപ്പുക്കുട്ടൻ റൂമിൽ കുറച്ച് നേരം അപ്പുക്കുട്ടൻ വഴക്കുണ്ടാക്കും, പിന്നെ അപ്പുക്കുട്ടനെ കൊണ്ട് നേരെ താഴേക്ക് പോകും, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോകും. അങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, നമുക്കൊരു റെസ്റ്റ് ഇല്ല. നമുക്ക് ടെൻഷനും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ അടിഞ്ഞു പോകുമല്ലോ. എന്നാണെങ്കിലും ആ ഒരു സമയത്ത് 30,000 കൗണ്ടെന്ന് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബോൺമാരോ എനിക്കത്ര മനസ്സ് വന്നില്ല. കാരണം
അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് പറയാനൊരു റീസൺ ഉണ്ടായിരുന്നു, ഇൻഷുറൻസ് ആയിട്ടില്ല ഡോക്ടറെ, അതുതന്നെയല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും ആലോചിച്ചിട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് തന്നേക്ക്, ഞാൻ ഡിസ്ചാർജ് പോവുകയെന്ന് ഞാൻ പറഞ്ഞു. എന്തോ ഒരു ധൈര്യം എനിക്ക് കിട്ടി. ആരോടും ഞാൻ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് ഞങ്ങൾ തിരുവോണത്തിൻ്റെ തലേദിവസമാണ് വരുന്നത്. രാത്രി 10:30 ഡിസ്ചാർജ് കിട്ടി നമ്മൾ വരുമ്പോൾ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയുടെ 30,000 കൗണ്ടായിട്ടാണ് ഞാൻ ഡിസ്ചാർജ് ആക്കി പോരുന്നത്. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്, നമുക്ക് ലാഭമൊന്നുമില്ല കൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. പിന്നെ അന്നത്തെ ഒരു ദിവസം ഞാൻ, കാരണം എനിക്കൊരു പേടി എന്താണെന്ന് വെച്ചാൽ പപ്പാച്ചിയുടെ അടുത്ത് എനിക്കിത് ഡയറക്റ്റ്ലി പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരും വേദനിക്കും. പിന്നെ മമ്മിയുടെ അടുത്ത് പറയും, മമ്മിക്ക് ടെൻഷനാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞാനൊരു തീരുമാനം എടുക്കുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ അത് ഒരു ദോഷമായിട്ട് മമ്മിക്ക് സംഭവിക്കാനും പാടില്ല, അതും നോക്കണമല്ലോ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ മമ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പപ്പാച്ചിയോട് ഉത്തരം പറയണം, സാജിമനോട് ഉത്തരം, എൻ്റെ ആങ്ങളോട് ഉത്തരം പറയണം. എത്ര പേരുണ്ട് നമുക്ക്. ഞാൻ മമ്മിയുടെ മകളാണെങ്കിലും മകൾക്ക് മാത്രമല്ലല്ലോ അവകാശമുള്ളത് അമ്മയുടെ ഇതിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ദിവസം സൺഡേ അങ്ങ് തിരുവോണത്തിൻ്റെ ദിവസമാണെന്ന് വിചാരിച്ചു. അന്ന് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു 2-3 കൂട്ടം കറി ഉണ്ടാക്കി ഒരു ചെറിയ സദ്യ തട്ടി കൂട്ടി, ഞാൻ അത്രയേ ഉള്ളൂ. പിന്നെ അന്ന് തൊട്ടെന്ന് പറഞ്ഞാൽ മമ്മി കിടപ്പായി. കാരണം മമ്മിക്ക് എണീറ്റിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് അതിൻ്റെ പെയിനുണ്ട്. അപ്പം എല്ലാം കൂടെ മമ്മിക്ക് നല്ല ക്ഷീണം. അപ്പോൾ എല്ലാ വീട്ടിലെ ജോലികൾ അപ്പുക്കുട്ടനെ മാനേജ് ചെയ്യണം, അതിനിടയ്ക്ക് ഈ ടെൻഷനും കാര്യങ്ങളും ഇതെല്ലാം കൂടെ പോയപ്പോൾ എനിക്ക് ശകലം പോലും ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം തിങ്കളാഴ്ചയപ്പോൾ ഞാൻ എന്തായാലും പോയി. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനാണ്. അപ്പോൾ പള്ളിയിൽ പോയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവെ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ കൊണ്ടുവന്നാൽ, ഞാൻ എത്ര മാതാവിനോട് പറഞ്ഞാൽ എൻ്റെ സ്വന്തം റിസ്കിൽ കൊണ്ടുവന്നാണ്, അതുകൊണ്ട് മാതാവ് തന്നെ എനിക്ക് ആശ്വസിക്കാനുള്ളൊരു മകൻ ഉണ്ടാക്കി തന്നേക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടെങ്കിൽ പോന്നു. എന്തായാലും പിന്നെ ഞാൻ ഈ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൃപാസന മാതാവിൻ്റെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ മമ്മീനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാൻ പോകുന്നത്. ഏതായാലും അന്നത്തെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഈ 30,000 എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് നേരെ 90,000 ആയി. അപ്പം എനിക്കും വിനീഷനും കേട്ടോ, വിനീഷൻ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു സമാധാനമായി. കാരണം നമുക്ക് ഈ 30,000 എന്നുള്ളത് ഒരു 20,000 താന്നാൽ നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടി അപ്പം നമുക്ക് നല്ല ടെൻഷനായിരുന്നു. ഏതായാലും അത്രയും കേട്ടപ്പോൾ തന്നെ നമുക്ക് പകുതി ശ്വാസം വീണു. പിന്നെ 2 ദിവസം 1-2 ദിവസങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ചെയ്തപ്പം അത് 1 ലാക്കായി. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു സമാധാനമായി. എന്തായാലും കൗണ്ട് കയറുന്നുണ്ടല്ലോ, ആ ക്രിറ്റിക്കലായിട്ടുള്ള ആ ഒരു ടൈം അങ്ങ് കഴിഞ്ഞ് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ സമാധാനിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പം മമ്മിക്ക് അനാറും കപ്പളങ്ങാപ്പഴവും കപ്പളത്തിൻ്റെ ഇലയൊക്കെ ഇടിച്ച് അതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ഞാൻ വിചാരിച്ചു ഏതായാലും കൗണ്ട് നോർമലായിട്ട് വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതൊന്നും കൊടുക്കാതെ അങ്ങോട്ട് ഇരിക്കട്ടെ 2 ദിവസം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊന്നും കഴിക്കാതെ പിന്നെ പോയി നോക്കുമ്പോൾ മമ്മിയുടെ കൗണ്ട് വെറും 60,000 ഉള്ളൂ. അപ്പോൾ വീണ്ടും ടെൻഷനായി. ഒരാഴ്ച അത് അങ്ങനെ പോയി. ഇനി വീണ്ടും ടെൻഷനായി. പിന്നെ ഞാൻ അടുപ്പിച്ച് 2-3 ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്തു. അപ്പോൾ വീട്ടേ ദിവസം ചെയ്തപ്പോൾ വീണ്ടും 60,000 തന്നെ നിൽക്കുന്നു. പിന്നെ 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് അത് 75,000 ആയി. അപ്പോൾ ഇതെല്ലാം ആയിട്ട് ഞാൻ വീണ്ടും നമുക്ക് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോളോ അപ്പ് ഇന്നലെ തിങ്കളാഴ്ചയാണ് പറഞ്ഞത്. അപ്പോൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ചെന്നപ്പോഴത്തേക്കും അന്ന് ഡോക്ടറാണ് പറഞ്ഞത് ഇത് ബോൺമാരല്ലാതെ മറ്റൊരു ടെസ്റ്റ് ഇനി ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. ആ ഡോക്ടർ പ്രാവശ്യം ഞാൻ ചെന്നപ്പം എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഡോക്ടർക്ക് തന്നെ ഡൗട്ടാണ് ഇതെന്താണ് സംഭവം. പിന്നെ മമ്മിക്ക് ഒരു ലിവറിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കാണിക്കുന്നുണ്ട്, ഇനി അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി പിന്നെ നമുക്ക് ഗ്യാസ്ട്രോയ്ക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഗ്യാസ്ട്രോയ്ക്ക് റെഫർ ചെയ്തിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക, കാരണം എന്തെങ്കിലും ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇന്നലെ പക്ഷേ ഞങ്ങൾ ചെന്നിട്ട് ഓൾറെഡി നമ്മൾ വീണ്ടും ടോക്കൺ എടുത്തിട്ട് വേണം നമുക്ക് കാണാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റ് ആവുമായിരുന്നു. രാവിലെ തൊട്ട് ഞങ്ങൾ പോയിട്ട് ഒരു പക്ക ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ പട്ടിണിയായിരുന്നു. 2:30 ആയി ഞങ്ങളൊരു ചായ കുടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് തലേദിവസം വിളിച്ച് പറഞ്ഞ് ടോക്കൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കണ്ടിട്ട് വരാം, വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് നമുക്ക് ഡോക്ടറെ കാണാം, കണ്ടിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇതുകൊണ്ടാണ് ഈ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷനൂടെ കടന്നു പോയത്. ഏതായാലും ദൈവം എല്ലായിടത്തും താങ്ങി എന്ന് വേണം പറയാൻ. തമ്പുരാൻ്റെ ആ ഒരു കരുതലും
കരുണയൊക്കെ അനുഭവിച്ചറിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു കേട്ടോ ഈ കടന്നുപോയത്. കാരണം നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഫീലിങ്സും ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കും. കാരണം നമുക്ക് അറിയാമല്ലോ, എന്നെക്കൊണ്ടല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ ഒരു കഴിവുള്ള ആളല്ല ഞാൻ. അപ്പോൾ തമ്പുരാൻ അത് വേണ്ടതുപോലെ എനിക്ക് ചെയ്യാനുള്ള കഴിവ് തന്നു. ഓരോ കാര്യങ്ങളിലും ഞാൻ ഇപ്പം തളർന്നു വീഴുമെന്ന് കരുതിയപ്പോഴൊക്കെ ദൈവം എന്നെ ഉള്ളം കയ്യിൽ താങ്ങിയെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയ്ക്കും തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് അനുഭവിച്ചറിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. ഇതിനിടയ്ക്ക് അപ്പക്കുട്ടൻ അവനറിയാലോ, അവൻ്റെ സ്വഭാവം അറിയാലോ. അപ്പോൾ അവൻ്റെ വഴക്ക് എല്ലാം കൂടി ആകെപ്പാരെ ഒരു എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പിടിവിട്ടു പോയൊരവസ്ഥയായിരുന്നു. അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മമ്മിയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ റെഡി ആവാനുണ്ട്. പപ്പാച്ചിയുടെ കാര്യത്തിലൊരു സമാധാനമായി. എന്നാലും മമ്മി ജോലിയും കാര്യങ്ങളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാനാണ് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം മമ്മി ചെയ്യുന്നത് കൊണ്ട് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൂത്ത് വരിക, തുടയ്ക്കുക, ഡ്രസ്സ് അലക്കുക, മുറ്റടിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഈ കുക്കിങ്ങും വീട്ടിലൊരു ഫുള്ള് കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടെ വന്നപ്പോഴത്തേക്കും അയ്യോ ശരിക്കും എന്താ പറയുക, സങ്കടമാണോ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ജോലി ചെയ്യുന്നതിൽ എനിക്ക് ഒരു സങ്കടമില്ല. ഞാൻ എത്ര ജോലി ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ്. അപ്പം അതുകൊണ്ടല്ല, എനിക്കെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരെപ്പോഴും അടുക്കളയിലുള്ളപ്പോൾ നമുക്കതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അവരല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി ചായ വേണം, മമ്മി ഇച്ചിരി ചായ ഇട്ട്, എനിക്ക് വൈകുന്നേരം മമ്മിയുള്ള ചായ എടുത്ത് തന്നാൽ എനിക്ക് അതൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം ഞാൻ തന്നെയാണെങ്കിൽ മിക്ക ദിവസങ്ങളും ഞാൻ ചായ കുടിക്കാറില്ല. ആ സമയം എനിക്ക് മമ്മി വീട്ടിലുണ്ടെങ്കിൽ മമ്മി ഞാൻ മമ്മി ചായ എടുത്തെന്ന് ഞാൻ കുടിക്കും. അപ്പം എന്താ പറയുക, ഒക്കെ എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ മമ്മീനെയും കൊണ്ട് വീണ്ടും ഹോസ്പിറ്റലൊക്കെ പോകണം. എല്ലാം ദൈവം നടത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാഞ്ഞതെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നാളെ മുതൽ ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടാൻ ഒരുപാടുണ്ട്. ഞാൻ എടുത്തു വെച്ച വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നാളെ മുതൽ വീഡിയോസുമായി കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ ബൈ ബൈ.